നൽകളും വിശ്വാസങ്ങളുമാണ്. അവ ഇല്ലാതായാൽ ദുഃഖവും അവസാനിച്ചു. ഇതിനെന്താണ് ബുദ്ധിമുട്ട്? എല്ലാ ചിന്തകളും വിശ്വാസങ്ങളും ദുഃഖത്തിൽ അവസാനിക്കുന്നു. എന്നാൽ ചിന്താരഹിതമായ അവസ്ഥ ആനന്ദദായകമാണ്. അതിനാൽ വിവേകത്തിന്റെ അഗ്നിയിൽ വിശ്വാസങ്ങളുടെ ജലത്തെ ആവിയാക്കി മാറ്റി ഇല്ലാതാക്കുക. അങ്ങനെ പ്രശാന്തതയെ പുൽകി പരമാനന്ദമറിയുക. ഏകമായ അനന്താവബോധത്തെ അറിയൂ. ഞാൻ രാജാവ് എന്ന വസ്തുത മറഞ്ഞിരിക്കുന്ന സമയത്തോളമേ രാജാവിന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. താൻ രാജാവാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ എല്ലാ ദുഃഖവും അവസാനിച്ചു. മഴക്കാലം കഴിഞ്ഞു ശരത്കാലമാവുമ്പോൾ ആകാശത്തിനു മുഖം മൂടിയായി കൂടുതൽ മേഘങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഒരിക്കൽ അനന്താവബോധത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ അവിദ്യയുടെ മേഘങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. 369 യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 369. ലോകമെന്ന മായക്കാഴ്ചയുടെ സത്യം അറിയാൻ 369. സമസ്തം സുശിവം ശാന്തമതീതം വാഗ്വിലാസ ഓമിത്യസ്യ ച തന്മാത്ര തൂര്യാസ പരമാഗതി 6:34/30. ഹീന ആയി നിന്നും ഭഗവാൻ പറഞ്ഞു, അങ്ങനെ വിശ്വം സത്തായും അസത്തായും നിലകൊള്ളുന്നു. എന്നാൽ ദിവ്യത്വം സ്വയം ദ്വന്ദ്വയ്ക്ക് വശമതമല്ലാത്തതുകൊണ്ട് അത് ഈ രണ്ടിനെയും ഒന്നാക്കി അവയ്ക്കതീതമായി വർത്തിക്കുന്നു. അതിനാൽ യാഥാർത്ഥ്യമായതും അല്ലാത്തതുമായ എല്ലാം ദിവ്യമാണ്. പ്രത്യക്ഷമായി പ്രകടിക്കപ്പെട്ട ബോധമാണ് വിശ്വം. എന്നാൽ അപ്രകടിതമായ വിശ്വമാണ് ബോധം. ഞാൻ ഇതാണ് എന്ന ധാരണയുണ്ടാവുമ്പോൾ ബോധം പരിമിതപ്പെട്ട് ബന്ധനത്തിലാവുന്നു. എന്നാൽ ബന്ധനത്തെപ്പറ്റിയുള്ള അവബോധമുണ്ടാവുമ്പോൾ അത് സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. വസ്തുബോധം എന്ന പർവ്വത 391